പ്രഖ്യാപിച്ചിട്ടില്ല. സ്വന്തമായി മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സമയപരിധിയാണ് 2024 മാർച്ച് 14 വരെ ഇപ്പോൾ നീട്ടിയിട്ടുള്ളത്. അത് സൗജന്യമായി ചെയ്യുന്നതിനാണ്. അത് കഴിഞ്ഞാലും അത് നീട്ടുകയോ അല്ലെങ്കിൽ 25 രൂപ പണം ഈടാക്കുകയോ ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാലും ഇതെല്ലാം സാധിക്കും എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇതാണ് ആധാറുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ അറിയിപ്പ്. സർക്കാരിന്റെ വിവിധ സേവനങ്ങളും ആനുകൂല്യങ്ങളും ഇപ്പോൾ ആധാർ അധിഷ്ഠിതമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ കിസാൻ സമ്മാൻ നിധി, ക്ഷേമ പെൻഷന്റെ കേന്ദ്ര വിഹിതം, വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് തുകകൾ ഇവയെല്ലാം ലഭിക്കുന്നതിന് വേണ്ടി കൃത്യസമയത്ത് ആധാർ അപ്ഡേറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതും ആധാറും ബാങ്ക് അക്കൗണ്ടുമായി സീഡ് ചെയ്തിരിക്കണം എന്നുള്ളതും നിർബന്ധമാണ്. പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ ആരുടെയും ആനുകൂല്യം